2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർ ഒരുപാട് അകലെ നിന്നും വരുന്ന ഒരു വിചിത്രമായ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തു. കൃത്യമായ ഇടവേളകളിൽ ഈ സിഗ്നലിന്റെ ശക്തി കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് സാങ്കേതിക വിദ്യകളിലൂടെ വരുന്ന സിഗ്നൽ പോലെ. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലിന്റെ ഉറവിടം എന്താണെന്നറിയാനുള്ള കൗതുകം അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് അന്യഗ്രഹ ജീവികളുടെ സിഗ്നൽ ആയിരിക്കുമോ എന്നാണ് അവർ സംശയിച്ചത്. എന്നാൽ നിരീക്ഷണം നടത്തിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പൾസാർ ആണെന്ന് തിരിച്ചറിഞ്ഞു. ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ തീവ്രമായ വകഭേദങ്ങളാണ് പൾസാർ നക്ഷത്രങ്ങൾ. ആദ്യം ഈ പൾസാർ നക്ഷത്രത്തിൽ വിചിത്രമായിട്ടൊന്നും തന്നെ അവർ കണ്ടില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ നക്ഷത്രവ്യൂഹത്തിൽ ചില അസ്വാഭാവികതകൾ 3 വ്യത്യസ്ത ഗവേഷണ സംഘങ്ങൾ ഒരേ സമയം ഡിറ്റക്ട് ചെയ്തു. അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള പഠനങ്ങൾക്കൊടുവിൽ ആ പൾസാറിന് ചുറ്റും ഒരു വലിയ ഗ്രഹം വലം വയ്ക്കുന്നുണ്ടെന്ന് കണ്ടെത്താനായി. അതിനേക്കാൾ ഉപരി ഈ ഗ്രഹത്തിന്റെ ഒരു അത്ഭുതാവഹമായ പ്രത്യേകതയും അവർ തിരിച്ചറിഞ്ഞു. എന്താണെന്നാൽ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രഹം. എത്രത്തോളം പഴക്കമുണ്ടെന്നാൽ ഇത് ഏകദേശം 1300 കോടി വർഷങ്ങൾക്ക് മുൻപാണ് രൂപം കൊണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് ശരിക്കും പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായ ഗ്രഹങ്ങളിൽ ഒന്നായിരിക്കാം. 1300 കോടി വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ ഓക്സിജനും കാർബണും പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ അന്ന് പ്രപഞ്ചത്തിൽ രൂപം കൊള്ളാൻ തുടങ്ങിയിട്ടേയുള്ളൂ. നമ്മുടെ മിൽക്കി വേ ഗാലക്സി ആണെങ്കിൽ ഒരു ഗാലക്സിയുടെ രൂപത്തിൽ എത്തിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്രയും കാലങ്ങൾക്ക് മുന്നേ ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നുവെന്ന വസ്തുത ശാസ്ത്ര ലോകത്തിനെ മുഴുവൻ കൗതുകം കൊള്ളിച്ചു. കൗതുകത്തിനേക്കാൾ ഉപരി ഒരു കൂട്ടം ചോദ്യങ്ങൾ ശാസ്ത്രജ്ഞരുടെ മനസ്സിലുദിച്ചു. എങ്ങനെയാണ് ഇത്രയും കാലങ്ങൾക്ക് മുന്നേ ഒരു പൾസാറിന് ചുറ്റും ഗ്രഹത്തിന് രൂപം കൊള്ളാൻ പറ്റിയത്? ഈ ഗ്രഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത്രയും കാലങ്ങൾ കൊണ്ട് അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. ആയിരത്തി 1987 ഈ കണ്ടുപിടുത്തത്തിന്റെ കഥ തുടങ്ങുന്നത്. അന്ന് ഒരു കൂട്ടം ബ്രിട്ടീഷ് ബഹിരാകാശ നിരീക്ഷകർ മെസ്സിയർ 4 എന്ന ഗ്ലോബുലാർ ക്ലസ്റ്ററിനെ നിരീക്ഷിക്കുകയായിരുന്നു. ഒരുപാട് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ്. ഒരു ശരാശരി ഗ്ലോബുലാർ ക്ലസ്റ്ററിൽ 10,000 മുതൽ പല ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ വരെ ഉണ്ടായിരിക്കും. 1746 ഫിലിപ്പ് ലോയിസ് എന്ന ഒരു സ്വിസ് ജ്യോതിശാസ്ത്രജ്ഞനാണ് മെസ്സിയർ 4 ഗ്ലോബുലാർ ക്ലസ്റ്ററിനെ കണ്ടുപിടിച്ചത്. ഈ ഗ്ലോബുലാർ ക്ലസ്റ്ററിൽ 1,00,000-ലേറെ നക്ഷത്രങ്ങളുണ്ട്. ഈ ക്ലസ്റ്ററിന് ഒരു വലിയ സവിശേഷതയുമുണ്ട്. എന്താണെന്നാൽ ഇതിലുള്ള 1,00,000 നക്ഷത്രങ്ങളിൽ ഏകദേശം 40,000-ൽ കൂടുതലും വൈറ്റ് ഡ്വാർഫുകളാണ്. അധികം വലിപ്പമില്ലാത്ത നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ നശിച്ച ശേഷം അവയുടെ അവശേഷിക്കുന്ന കോർ ഭാഗങ്ങളാണ് വൈറ്റ് ഡ്വാർഫുകൾ. അപ്പോൾ പകുതിയോളം നക്ഷത്രങ്ങളും വൈറ്റ് ഡ്വാർഫുകളാണെങ്കിൽ അതിനർത്ഥം ഈ ഗ്ലോബുലാർ ക്ലസ്റ്റർ വളരെയേറെ കാലപ്പഴക്കമുള്ള ഒരു സംഹിതമാണ്. അത്രയും പഴക്കമുള്ള ഒരു ക്ലസ്റ്ററിനെ നിരീക്ഷിക്കാൻ സ്വാഭാവികമായും ജ്യോതിശാസ്ത്രജ്ഞർക്ക് ജിജ്ഞാസയുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഭൂമിയിൽ നിന്നും ഏകദേശം 6033 പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഈ ക്ലസ്റ്റർ സ്ഥിതി ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത് താരതമ്യേന നമ്മുടെ സമീപത്തിലാണ്. അതുകൊണ്ട് അതിനെ നിരീക്ഷിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. ഈ ക്ലസ്റ്ററിനുള്ളിൽ നിന്നും വന്ന സിഗ്നലിനെ നിരീക്ഷിച്ചപ്പോഴാണ് ഒരു പൾസാർ നക്ഷത്രത്തിനെ കണ്ടുപിടിച്ചത്. അതിനവർ PSR B162026 എന്ന് പേരും നൽകി. ഭീമാകാരമായ നക്ഷത്രങ്ങൾ വിസ്ഫോടനം സംഭവിച്ച് നശിക്കുമ്പോൾ ആ പൊട്ടിത്തെറിയിൽ അവശേഷിക്കുന്ന നക്ഷത്രത്തിന്റെ കോർ ഭാഗമാണ് ന്യൂട്രോൺ നക്ഷത്രമായി മാറുന്നത്. ഈ കോർ ഭാഗത്തിന്റെ മാസിനും മറ്റ് സവിശേഷതകൾക്കും അനുസരിച്ച് അതിൽ നിന്നുമുണ്ടാകുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ സവിശേഷതകളും മാറും. അങ്ങനെയാണ് പലതരത്തിലുമുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അതിലൊരു വകഭേദമാണ് പൾസാറുകൾ. അത്യധികം വേഗത്തിലാണ് ഈ പൾസാർ നക്ഷത്രം കറങ്ങുന്നത്. വേഗത്തിൽ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ഏകദേശം 100 തവണ കറങ്ങുന്നുണ്ട്. ഈ പൾസാർ സ്റ്റാർ മാത്രമല്ല, എല്ലാ പൾസാർ നക്ഷത്രങ്ങളും ഇതുപോലെ സെക്കൻഡിൽ 100 കണക്കിന് തവണ കറങ്ങുന്നവയാണ്. പൾസാർ ന്യൂട്രോൺ സ്റ്റാർസിന്റെ മാഗ്നറ്റിക് ധ്രുവങ്ങളിലൂടെ തീവ്രമായ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വമിച്ചുകൊണ്ടിരിക്കും. ഈ റേഡിയേഷൻ ബീം ഭൂമിക്ക് നേർക്ക് വരുമ്പോഴാണ് നമുക്കതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടവിട്ടിടവിട്ടായിരിക്കും ഈ റേഡിയേഷനെ നമ്മൾ കാണുന്നത്. അതായത് അകലെ നിന്ന് ലൈറ്റ് ഹൗസിനെ നോക്കുന്നത് പോലെ.
അപ്പോൾ നമ്മുടെ ടെലിസ്കോപ്പുകൾ പൾസാറുകളെ നോക്കുമ്പോൾ പൾസേറ്റ് ചെയ്ത്, അതായത് ഇടവിട്ടിടവിട്ട് സിഗ്നൽ വരുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിന് പൾസാർ എന്ന് പേര് നൽകിയിരിക്കുന്നത്. അപകടത്തെ സൂചിപ്പിക്കുന്ന ദീപം എന്ന രീതിയിൽ ബീക്കൺസ് ഓഫ് യൂണിവേഴ്സ് എന്നും പൾസാറുകളെ വിശേഷിപ്പിക്കാറുണ്ട്. പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോൾസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സാന്ദ്രത കൂടിയ വസ്തുക്കളാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. അത്രയേറെ സാന്ദ്രത കൂടുതലായതിനാൽ തന്നെ ഇവയുടെ വലിപ്പം തീരെ ചെറുതായിരിക്കും. ഈ പൾസാറിന് നമ്മുടെ സൂര്യനേക്കാൾ 35% കൂടുതൽ മാസ് ഉണ്ട്. പക്ഷേ തീവ്രമായ സാന്ദ്രത കാരണം അതിന് വെറും 18 കിലോമീറ്റേഴ്സ് മാത്രമേ വലിപ്പമുള്ളൂ. അതെ, വെറും 18 കിലോമീറ്റേഴ്സ്. ഏകദേശം മൗണ്ട് എവറസ്റ്റിന്റെ ഇരട്ടിയോളം വലിപ്പം. ചില ഉൽക്കകൾക്ക് പോലും ഈ പൾസാറിനേക്കാൾ വലിപ്പമുണ്ട്. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ സൂര്യന്റെ വ്യാസം എന്നത് ഏകദേശം 14 ലക്ഷം കിലോമീറ്റേഴ്സ് ആണ്. ഈ പൾസാറിൽ നിന്നും ഒരു സ്പൂൺ പദാർത്ഥം എടുത്താൽ അതിന് ഭൂമിയിൽ 10,000 കണക്കിന് കോടി കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ഈ പൾസാറിന്റെ കണ്ടുപിടുത്തം അന്ന് ശാസ്ത്രലോകത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ അത്യധികം അപൂർവമായിട്ടാണ് പൾസാറുകളെ കണ്ടുപിടിച്ചിരുന്നത്. ഈ പൾസാറിന്റെ ചലനം കണ്ടപ്പോൾ അതൊരു ബൈനറി സിസ്റ്റം ആണോ എന്ന സംശയം അവർക്കുണ്ടായിരുന്നു. രണ്ട് ബഹിരാകാശ വസ്തുക്കൾ പരസ്പരം വലം വെക്കുന്ന സിസ്റ്റത്തിനെയാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ആദ്യം അവർക്കത് സ്ഥിരീകരിക്കാനായില്ല. കാരണം ആ സമയത്തിൽ പൾസാറിന്റെ മറുവശത്തിലായിരുന്നു രണ്ടാമത്തെ നക്ഷത്രം നിലനിന്നത്. അതുകൊണ്ട് തന്നെ പല മാസങ്ങളോളം സമയം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴാണ് രണ്ടാമത്തെ നക്ഷത്രം പൾസാറിന്റെ മറുവശത്തിൽ നിന്നും നമ്മുടെ ദൃശ്യപരിധിയിൽ എത്തിയത്. അങ്ങനെ 1988 അതൊരു ബൈനറി സിസ്റ്റമാണെന്ന് സ്ഥിരീകരിച്ചു. ആ നക്ഷത്രം യഥാർത്ഥത്തിൽ ഒരു വൈറ്റ് ഡ്വാർഫ് ആയിരുന്നു. ഏകദേശം 200 ദിവസങ്ങളുടെ സമയം കൊണ്ടാണ് ഈ വൈറ്റ് ഡ്വാർഫും പൾസാറും തമ്മിൽ പരസ്പരം വലം വെക്കുന്നത്. പൾസാറിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ വൈറ്റ് ഡ്വാർഫ് വളരെ അദൃഷ്ടമായ നക്ഷത്രമാണ്. അതിന് നമ്മുടെ സൂര്യന്റെ ഏകദേശം 33% മാസ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മാസ് വെച്ച് പരിഗണിക്കുമ്പോൾ ഇത് പണ്ട് നക്ഷത്രമായിരുന്ന സമയത്തിൽ അത് സൂര്യനെ പോലത്തെ ഒരു നക്ഷത്രമായിരുന്നിരിക്കുമെന്നാണ് കരുതുന്നത്. ഇനിയും ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യനും ഇതേപോലെ ഒരു വൈറ്റ് ഡ്വാർഫായി മാറും. 1992 3 വ്യത്യസ്ത ഗവേഷണശാലകളിലുള്ള ശാസ്ത്ര സംഘങ്ങൾ ഈ പൾസാറിന്റെ സിഗ്നലിൽ എന്തോ ഒരു വൈരുദ്ധ്യം കണ്ടുപിടിച്ചു. അദൃശ്യമായ മറ്റൊരു വസ്തുവിന്റെ ഗ്രാവിറ്റി ഈ പൾസാറിനെ പിടിച്ചു വലിക്കുന്നത് പോലെയായിരുന്നു ആ വൈരുദ്ധ്യം സൂചിപ്പിച്ചത്. തുടർന്നുള്ള നിരീക്ഷണങ്ങളിലൂടെ അവിടെ മൂന്നാമതൊരു വസ്തു കൂടെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. നിരവധി സിദ്ധാന്തങ്ങളിലൂടെ പല ശാസ്ത്രജ്ഞരും ഈ വസ്തുവിനെ വിശദീകരിക്കാൻ ശ്രമിച്ചു. അതിൽ ലളിതവും സങ്കീർണവുമായ പല സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അതൊരു ബ്ലാക്ക് ഹോൾ ആയിരിക്കുമെന്നാണ് കരുതിയത്. അത് ചിലപ്പോൾ ഡാർക്ക് മാറ്റർ ആയിരിക്കുമെന്നായിരുന്നു കുറച്ചുപേരുടെ വാദം. എന്നാൽ കൂടുതൽ പേരുടെയും നിഗമനത്തിൽ അത് നമ്മുടെ സാറ്റേണിനെ പോലെ ഒരു ഗ്രഹമായിരിക്കും. അങ്ങനെ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പഠനങ്ങളും വർഷങ്ങളോളം കാലം നീണ്ടുനിന്നു. ഒടുവിൽ ഈ തർക്കങ്ങൾക്കൊരു അവസാനമുണ്ടായത് 2003 ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ ഇടപെടലിലൂടെയാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിലൂടെ ശേഖരിച്ച ഡേറ്റ പരിശോധിച്ചപ്പോൾ അതൊരു ഗ്രഹം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റി. അത് വെറുമൊരു സാധാരണ ഗ്രഹമല്ല, വളരെയേറെ കാലപ്പഴക്കമുള്ള ഒരു ഗ്രഹമാണ്. അതിനെ മെതുസല പ്ലാനറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പോലും. ഏറ്റവും കാലപ്പഴക്കമുള്ള ഏതൊരു വസ്തുവിനും സാധാരണയായി നൽകുന്ന ഒരു പദവിയാണ് മെതുസല. ഏകദേശം 1300 കോടി വർഷങ്ങൾക്ക് മുൻപ് അതിന്റെ നക്ഷത്രം രൂപം കൊണ്ടതിനോടൊപ്പമാണ് ഈ ഗ്രഹവും രൂപം കൊണ്ടത്. ആ നക്ഷത്രം നശിച്ച് അതൊരു വൈറ്റ് ഡ്വാർഫായി മാറിയിട്ടും ഈ ഗ്രഹം ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിൽ ഇതിനേക്കാൾ പഴക്കമുള്ള ഗ്രഹത്തിനെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിന്റെ പ്രായം നോക്കുമ്പോൾ ഇതിന് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ 3 മടങ്ങ് പ്രായമുണ്ട്. ഇതിന് ഏകദേശം നമ്മുടെ ജൂപ്പിറ്ററിന്റെ വലിപ്പമാണ്. ജൂപ്പിറ്ററിനേക്കാൾ വെറും 20% വലിപ്പമേ കൂടുതലുള്ളൂ. പക്ഷേ ജൂപ്പിറ്ററിന്റെ 2.5 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ട്. 2 നക്ഷത്ര അവശേഷിപ്പുകളിൽ നിന്നും വളരെ അകലെയാണ് ഇത് നിലനിൽക്കുന്നത്. അകലെ എന്ന് വെച്ചാൽ ഏകദേശം 350 കോടി കിലോമീറ്ററുകൾക്കകലെ. അതായത് സൂര്യനിൽ നിന്നും യുറാനസ് വരെയുള്ള ദൂരത്തിനേക്കാൾ 50 കോടി കിലോമീറ്ററുകൾക്കും അകലെ. ഏകദേശം 100 വർഷങ്ങളുടെ സമയം കൊണ്ടാണ് ഇതൊരു തവണ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്നത്.
1300 കോടി വർഷങ്ങൾക്ക് മുൻപെന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ആരംഭകാലമായിരുന്നു. അന്ന് നമ്മുടെ മിൽക്കി വേ ഗാലക്സി രൂപം കൊള്ളാൻ തുടങ്ങിയതേയുള്ളൂ. നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് മെതുസല ഗ്രഹം രൂപം കൊള്ളുന്നത്. ഈ ഗ്രഹത്തിന്റെ ഘടനയെക്കുറിച്ചും അതിലടങ്ങിയിട്ടുള്ള വാതകങ്ങളെക്കുറിച്ചും നിലവിൽ പഠനങ്ങൾ നടത്തിയിട്ടില്ല. എന്തായാലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സ്റ്റെയിൻ സിഗറ്റ്സിന്റെ സിദ്ധാന്തമനുസരിച്ച് ഈ ഗ്രഹം മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. കാരണം അത്യധികം ഭീമാകാരമായ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴാണ് പൾസാർ സ്റ്റാർസ് ഉണ്ടാകുന്നത്. അത്രയും തീവ്രമായ വിസ്ഫോടനം സംഭവിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തുവരുന്ന ഊർജ പ്രവാഹം കാരണവും അതിന്റെ മാസ് വലിയ രീതിയിൽ കുറയുന്നതുകൊണ്ടും അതിനു ചുറ്റും വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾക്ക് പിന്നെ വലം വയ്ക്കാൻ കഴിയില്ല. കാരണം അവയുടെ പഴയ ഓർബിറ്റിൽ നിന്നും അവ ഒരുപാട് അകലേക്ക് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് മെതുസല ഗ്രഹം തീർച്ചയായും മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിൽ നിന്നും വന്നതായിരിക്കും. നിലവിലേറ്റവും കൂടുതൽ പേര് അംഗീകരിക്കുന്ന സിദ്ധാന്തമെന്നത് പണ്ടൊരിക്കൽ ഒരു നക്ഷത്രം ഒരു സാധാരണ ന്യൂട്രോൺ നക്ഷത്രത്തിന് സമീപമെത്തിയപ്പോൾ അത് ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ശക്തമായ ഗ്രാവിറ്റിയിൽ അകപ്പെട്ടു. അങ്ങനെ അതും അതിന് ചുറ്റുമുണ്ടായിരുന്ന ഗ്രഹവും, അതായത് മെതുസല ഗ്രഹം, ആ ന്യൂട്രോൺ നക്ഷത്രത്തിനെ വലം വയ്ക്കാൻ തുടങ്ങി. ആ നക്ഷത്രം നമ്മുടെ സൂര്യനെ പോലത്തെ ഒരു നക്ഷത്രമായിരുന്നു. കാലക്രമേണ അത് റെഡ് ജെയിന്റ് ആവുകയും പതിയെ നശിച്ച് വൈറ്റ് ഡ്വാർഫായി മാറുകയും ചെയ്തു. അപ്പോൾ നക്ഷത്രത്തിന്റെ മാസിൽ വന്ന വ്യതിയാനം കാരണം നക്ഷത്രത്തിനെ വലം വെച്ചിരുന്ന മെതുസല ഗ്രഹത്തിന്റെ ഓർബിറ്റ് മാറുകയും അത് ന്യൂട്രോൺ സ്റ്റാറിനെയും വൈറ്റ് ഡ്വാർഫിനെയും ഒരുമിച്ച് വലം വയ്ക്കാനും തുടങ്ങി. നക്ഷത്രം നശിച്ച സമയത്തിൽ അതിൽ നിന്നും പുറന്തള്ളപ്പെട്ട പദാർത്ഥങ്ങളിൽ വലിയൊരു ശതമാനവും ആ ന്യൂട്രോൺ നക്ഷത്രം വലിച്ചെടുത്തു. അങ്ങനെ അധികമായി ലഭിച്ച മാസ് കാരണമാണ് അത് പതിയെ ഒരു പൾസാർ സ്റ്റാർ ആയി മാറിയത്. ഇതാണ് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തം. ഇതെത്രത്തോളം ശരിയായിരിക്കുമെന്നറിയില്ല. പക്ഷേ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രായോഗികമായ സിദ്ധാന്തം. അപ്പോൾ സ്വന്തം നക്ഷത്രത്തിനെ മറ്റൊരു പൾസാർ സ്റ്റാർ വലിച്ചെടുക്കുന്നതും അവസാനം നക്ഷത്രത്തിന്റെ അന്ത്യവും വരെ കണ്ട ഗ്രഹമാണ് മെതുസല പ്ലാനറ്റ്. ഈ ഗ്രഹവും അതിന്റെ വ്യൂഹം മുഴുവനും ഇപ്പോൾ M4 ഗ്ലോബുലാർ ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മധ്യഭാഗത്തിൽ നക്ഷത്രങ്ങളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. കൂടുതൽ എന്ന് വെച്ചാൽ സാധാരണ മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ തമ്മിൽ പല പ്രകാശ വർഷങ്ങളുടെ ദൂരമുണ്ടായിരിക്കും. പക്ഷേ ഇത്തരം ഗ്ലോബുലാർ ക്ലസ്റ്ററുകളിൽ നക്ഷത്രങ്ങൾക്കിടയിൽ ശരാശരി ഒരു പ്രകാശ വർഷത്തിന്റെ ദൂരം പോലും ഉണ്ടായിരിക്കില്ല. ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്തിലോട്ട് പോകുമ്പോഴാണെങ്കിൽ ചില പ്രകാശ മാസങ്ങളോളം വരെ മാത്രമേ ദൂരമുണ്ടായിരിക്കൂ. അതിനാൽ തന്നെ അടുത്ത 10 കോടി വർഷങ്ങൾക്കുള്ളിൽ ഈ വ്യൂഹം മറ്റൊരു നക്ഷത്രവുമായി കൂട്ടിയിടിക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മെതുസല ഗ്രഹം വ്യൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. അങ്ങനെ അത് ബഹിരാകാശത്തിന്റെ അനന്തതയിലൂടെ ഒഴുകി നടക്കുന്ന വെറും ഒരു റോഗ് പ്ലാനറ്റ് അഥവാ അനാഥ ഗ്രഹമായി മാറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.